ഹായ് ഫ്രണ്ട്സ്, ഇന്ന് കുറച്ച് പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ചെറിയ മാങ്ങയാണ്, നമുക്ക് കറി വെക്കാൻ പറ്റിയ മാങ്ങ. നല്ല മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് അത് വെച്ചിട്ട് നല്ലൊരു മാങ്ങക്കറി ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ ആദ്യം ഇതുപോലെ മാങ്ങയുടെ തൊലി മുഴുവനും ഇങ്ങനെ ചീകി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ എല്ലാ മാങ്ങയുടെയും നമ്മൾ എടുക്കുന്നുണ്ട്. നല്ല ചെറിയ മാങ്ങയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കറി വെച്ചാൽ. അപ്പോൾ സാധാരണ പോലെ തൈര് ഒഴിച്ചിട്ടാണ് നമ്മൾ സാധാരണ മാങ്ങക്കറി വെക്കുന്നത്. തൈരൊന്നും ഒഴിക്കാതെ എളുപ്പത്തിന് വെക്കാൻ പറ്റിയൊരു മാങ്ങക്കറിയാണ്. അപ്പോൾ ഇതുപോലെ എല്ലാത്തിൻ്റെയും തൊലി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടിയിലേക്ക് ഈ മാങ്ങകളൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് ആദ്യം ചേർക്കുന്നത് ഉപ്പാണ്. ഒരു നുള്ളുപ്പ് മതി. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര സ്പൂണ് മുളക് പൊടിയാണ്. വല്ലാതെ എരിവില്ല. പിന്നെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ, രണ്ടിൻ്റെ എരിവ് ആവുമ്പോൾ കറക്റ്റായിരിക്കും. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ്. ശർക്കര ഞാനൊരു വലിയ കഷ്ണം തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ സാധാരണ ഈ കറി ചോറിനല്ല കേട്ടോ കഴിക്കുക, വെറുതെ ഇങ്ങനെ എടുത്ത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. നല്ല മധുരത്തിലാണ് അപ്പോൾ കറി ഉണ്ടാക്കുക. ഇനി മധുരം അധികം വേണ്ടെങ്കിൽ ചെറിയൊരു കഷ്ണം ശർക്കര മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഈ ശർക്കര കൂടി ചേർത്തിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഈ ശർക്കര നന്നായിട്ട് അലിഞ്ഞ് ഈ മാങ്ങയിലേക്ക് ചേരണം. അതിനാവശ്യമായിട്ടുള്ള ഇത്രയും വെള്ളം ഒഴിച്ചിട്ട് നന്നായി അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഇട്ട് വേവിക്കണം. ഇപ്പം നന്നായിട്ട് വെന്ത് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി മാങ്ങയിലേക്ക് നന്നായിട്ട് മധുരമൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് തന്നെ നമുക്ക് മാങ്ങ എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഇതിലേക്ക് നമ്മൾ ഒരു ചേരുവം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോഴാണ് ആ ചാറിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. ഒരു പിടി തേങ്ങ ചിരവിയിട്ട് അതിലേക്ക് ഒരു സ്പൂണ് ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു അര സ്പൂണ് ജീരകം ചേർത്ത് കൊടുത്തിട്ട് നന്നായി അരയ്ക്കുക. ഈ നന്നായിട്ട് അരച്ച ഈ തേങ്ങാ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ അധികം തിളപ്പിക്കാനും പാടില്ല. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ചെറുതായിട്ടൊരു തിള വരുമ്പോൾ തീ ഓഫ് ചെയ്യുക. പിന്നെ കടുക്, കറിവേപ്പില, ചെറിയ ഉള്ളി എല്ലാം കൂടി, വറ്റൽമുളക് ഇതെല്ലാം കൂടി താളിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എല്ലാ താളിപ്പും കൂടി കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള കുഞ്ഞു മാങ്ങ വെച്ചിട്ടുള്ള കറി റെഡി ആയിട്ടുണ്ട്. നല്ല മധുരമുള്ള കറിയാണ് കേട്ടോ. നമുക്ക് വെറുതെ ഇങ്ങനെ ചൂടാറി കഴിയുമ്പോൾ എടുത്ത് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയും കഴിക്കാം.